ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏകദേശം 85 എപ്പിസോഡുകൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 84ാമത്തെ എപ്പിസോഡായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ബാക്കി വരുന്നത് വെറും 15 ദിവസങ്ങൾ മാത്രമാണ്. ഈ ഒരു റിയാലിറ്റി ഷോയിൽ ഇപ്പം തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആരായിരിക്കും ഈ ഒരു സീസൺ 7ൻ്റെ കപ്പ് ഉയർത്താനായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ലാലേട്ടൻ ഏറ്റവും അവസാനം 2 പേരുടെ കൈ പിടിച്ചിട്ടായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇടതുഭാഗത്ത് നിൽക്കുന്നതും വലതുഭാഗത്ത് നിൽക്കുന്നതും ആരൊക്കെയാണെന്ന്, അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കും ലാലേട്ടൻ ആ ഒരു കൊണ്ടുവരാൻ പോകുന്ന 2 മത്സരാർത്ഥികൾ, അതിലൊരാളായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ വിജയിയാകാൻ പോകുന്നത്. മറ്റൊരാൾ ആ ഒരു സീസണിൻ്റെ റണ്ണറപ്പുമായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു 2 സ്ഥാനങ്ങളിലും വരാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള 2 മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പറയുന്ന ഒരു പേരെന്ന് പറയുന്നത് അനീഷ് ആയിരിക്കും. അനീഷ് ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അധികം വിജയ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്തതായിട്ട് 2ാം സ്ഥാനത്ത് പറയുന്നത് അനുമോൾ ആയിരിക്കും. അനുമോളും ഈ പറയുന്ന പോലെ പല പല അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും പല പല യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും വ്യക്തമായിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടൻ ഏറ്റവും അവസാനം പിടിച്ചുകൊണ്ട് ഇറങ്ങുന്ന 2 കൈകൾ ഈ പറയുന്ന അനീഷിൻ്റെതും അനുമോളുടേതും തന്നെ ആയിരിക്കും. ഇവർക്ക് 2 പേർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് നല്ല ഫാൻ ബേസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന നോമിനേഷൻ്റെ ഭാഗമായിട്ട് ഇവർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോൾ ഇടുമ്പോൾ നമ്മുടെ എന്താണ് ഈ പറയുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലെ വോട്ടിംഗ് നോക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് അനീഷിനും അനുമോൾക്കും ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ അനീഷിനെയും അനുമോളെയും എടുത്ത് ഒരു ത്രാസിൽ തൂക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും കൂടി മറ്റൊരു ത്രാസിൽ തൂക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഏകദേശം ഈ പറയുന്ന ബിഗ് ബോസ് കാണുന്ന ജനങ്ങളിൽ 75% വോട്ട് കിട്ടാൻ പോകുന്നത് ഈ പറയുന്ന അനീഷിനും അനുമോൾക്കും കൂടി ആയിരിക്കും. കാരണം അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഫാൻ ബേസ് ഈ പറയുന്ന അനീഷിനും അനുമോൾക്കുണ്ട്. അനുമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഈ ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു. കാരണം സ്റ്റാർ മാജിക് എന്ന ആ ഒരു റിയാലിറ്റി ഷോയിലൂടെ വന്നു. അതുപോലെ തന്നെ കേരളത്തിലും ഈ പറയുന്ന സീരിയൽ ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് അനുമോളെ ഭയങ്കരമായിട്ട് അറിയുന്നതും അനുമോളെ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനുമോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ രീതിയിൽ ഒരു എഫേർട്ട് ഇടേണ്ടതായിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ബിഗ് ബോസിൽ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ പറയുന്ന ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് അനുമോൾ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തനിക്കുള്ള ആ ഒരു ഫാൻ ബേസ് കൂട്ടിയെടുക്കാൻ അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് അനീഷിന്റെ കേസിൽ അനീഷ് ഈ പറയുന്ന പോലെ ഒരു കോമണർ കണ്ടസ്റ്റന്റ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഏകദേശം 5 വർഷത്തോളം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോക്ക് വേണ്ടി ലീവ് എടുത്ത് 2 കൊല്ലം ഹാർഡ് വർക്ക് ചെയ്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ഒരു മത്സരാർത്ഥിയാണ്. ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അനീഷിൻ്റെ സംസാരം നമ്മളെ പലപ്പോഴും ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അനീഷിന് ഒരു എഴുത്തുകാരനായതുകൊണ്ട് തന്നെ അനീഷ് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് സ്റ്റോപ്പ് ചെയ്തായിരിക്കും അനീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അനീഷിൻ്റെ ആ ഒരു സംസാരം ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അനീഷും അനുമോളും ആയിരിക്കും ഏറ്റവും അധികം ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയിക്കാനായിട്ട് സാധ്യതയുള്ള 2 കണ്ടസ്റ്റൻസ്. ലാലേട്ടൻ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരാൻ പോകുന്ന 2 കൈകൾ എന്ന് പറയുന്നത് ഒന്ന് അനീഷിൻ്റെതും ഒന്ന് അനുമോളുടേതുമായിരിക്കും. ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഈ ഒരു സീസൺ വിജയിക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അനീഷ് തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ യൂട്യൂബിലായാലും ഈ പറയുന്ന പോലെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളായാലും ഈ പറയുന്ന ജനങ്ങളുടെ സപ്പോർട്ട് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒരു പടി മുകളിൽ നമ്മുടെ അനീഷ് കയറി നിൽക്കുന്നുണ്ട്. അനുമോൾ എപ്പോൾ വേണമെങ്കിലും കയറി വരാം, ഒരിക്കലും കയറി വരില്ലെന്ന് പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഇവർക്ക് 2 പേർക്കും ഒരു ഈക്വൽ ചാൻസസ് ആണ് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയിക്കാനായിട്ട് കാണുന്നത്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ തന്നെ പറ ഈ ഒരു സീസൺ ആരായിരിക്കും വിജയിക്കാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണെങ്കിലും എൻ്റെ ടോപ്പ് 2 ലിസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് അനീഷും ഒന്ന് അനുമോളുമാണ്. ഈ ഒരു സ്ഥാനത്തേക്ക് കയറി വരാൻ മറ്റൊരു കണ്ടസ്റ്റന്റിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയേറെ ജനശ്രദ്ധ നേടാനായിട്ട് മറ്റൊരു കണ്ടസ്റ്റന്റിനും സാധിച്ചിട്ടില്ല. പിന്നീട് ഇവർക്ക് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ഷാനവാസ്. ഷാനവാസിൻ്റെ കേസിലും അത്യാവശ്യത്തിലധികം ഫാൻ ബേസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഷാനവാസും ഈ പറയുന്ന പോലെ അനീഷിനും അനുമോൾക്കും ഒപ്പം ഷാനവാസിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഷാനവാസിന് നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ കൂട്ടാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ അനീഷിനും അനുമോൾക്കുമാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഈ ഒരു സീസൺ 7 വിജയിക്കാനായിട്ട് കാണുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ഒരു സീസണിൻ്റെ കപ്പ് ഉയർത്താനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് 2 പേർക്കും അതിനകത്ത് ഭയങ്കരമായിട്ട് അർഹതയുള്ള മത്സരാർത്ഥികളാണ്. ഒരു പടി മുകളിൽ ഞാൻ പറയുന്ന പോലെ അനീഷ് തന്നെ ആയിരിക്കും. കാരണം
ബിഗ് ബോസിൽ കൊടുക്കുന്ന കോണ്ടന്റുകളായാലും വ്യക്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അനീഷ്. അതുപോലെ തന്നെ മറ്റൊരു കണ്ടസ്റ്റന്റിനോട് പേഴ്സണലി യാതൊരു വിദ്വേഷവും വെക്കാതെ ഗെയിം കളിക്കുന്ന ഒരു ടാലന്റ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയും ഉള്ള ഒരു കണ്ടസ്റ്റന്റാണ് അനീഷ്. അങ്ങനെ ഒരു ക്വാളിറ്റി മറ്റൊരു കണ്ടസ്റ്റന്റിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഷാനവാസും ഈ ഒരു കൂട്ടത്തിൽ പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും വ്യക്തമായിട്ടൊരു ഗെയിം പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് ഒത്തുപോകാനായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അനീഷിനൊരിക്കലും ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഇന്നേ വരെ ആ ഒരു റിയാലിറ്റി ഷോയിൽ കണ്ടിട്ടില്ല. പലപ്പോഴും ഷാനവാസായിട്ടുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ വീക്കിൽ ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ വീണ സമയത്ത് ആദ്യം ചെന്ന് ഉയർത്തിയതും കണ്ണീന്ന് കണ്ണീര് വന്നതും ഷാനവാസിന് കാര്യങ്ങളൊക്കെ ബിഗ് ബോസിന്റെ അടുത്ത് അന്വേഷിച്ചതുമായിട്ടുള്ള ഒരേ ഒരു കണ്ടസ്റ്റന്റ് ഈ പറയുന്ന അനീഷ് മാത്രമാണ്. പിന്നീട് അന്വേഷിച്ചത് അനുമോളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയാണെങ്കിലും വാട്ടെവർ നമ്മൾ ഈ പറയുന്ന ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഈ കഴിഞ്ഞ 85 എപ്പിസോഡുകൾ കാണുന്ന വ്യക്തികൾ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഓരോരോ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആരായിരിക്കും ഈ ഒരു സീസൺ വിജയിക്കാനായിട്ട് പോകുന്നതെന്ന്. കാരണം ഈ പറയുന്ന പോലെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളും ഈ പറയുന്ന പോലെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളൊക്കെ കൃത്യമായിട്ട് അതിനേക്കുള്ള എക്സാമ്പിൾ തന്നെയാണ്. അനീഷും അനുമോളും തന്നെയാണ് ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും വെച്ചുകൊണ്ട് ഏറ്റവും അധികം ജനശ്രദ്ധ നേടിയ 2 മത്സരാർത്ഥികൾ. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെ ആയിരിക്കും ഈ ഒരു സീസൺ വിജയിക്കാനായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ ഉറപ്പിച്ച് പറയാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അനീഷിനും അനുമോൾക്കും ഈക്വലാണ്. ഈ പറയുന്ന പോലെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് 2 പേർക്കും തുല്യമാണ്. അതുകൊണ്ട് ആരായിരിക്കും ഈ ഒരു സീസൺ വിജയിക്കുന്നതെന്ന് ഇപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റില്ല. കാരണം ഈ കഴിഞ്ഞ സീസണൊക്കെ അഖിൽ മാരാർ വിജയിക്കും, ജിൻഡോ വിജയിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ എൽഷ പ്രസന്നം വിജയിക്കും, അങ്ങനെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അനീഷ് അല്ലെങ്കിൽ അനുമോള് ആര് ജയിക്കുമെന്നുള്ള കേസിൽ നമുക്ക് ഒരു എക്സ്പെക്റ്റേഷനും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണിത്. പല പല കമ്മ്യൂണിറ്റി പോളുകളിലും അനീഷിന് കുറച്ച് മുൻതൂക്കം ഉണ്ടെങ്കിൽ അപ്പുറത്ത് പോയിട്ട് വേറെ കമ്മ്യൂണിറ്റി പോൾ നോക്കുമ്പോൾ കുറച്ച് മുൻതൂക്കം അനുമോൾക്കാണ്. അപ്പോൾ ആരായിരിക്കും ഈ ഒരു സീസൺ വിജയിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ ജനങ്ങളാണ് വിധി എഴുതുന്നത്. നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക ആരാണ് ഈ ഒരു സീസണിൻ്റെ കപ്പ് ഉയർത്താനായിട്ട് ഏറ്റവും കൂടുതൽ അർഹതയുള്ള മത്സരാർത്ഥിയെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ മറ്റൊരു അപ്ഡേറ്റിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 80,000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് നമുക്കിനി വളരെ ചുരുക്കം സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും 80,000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അതിലുപരി ആഗ്രഹിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും 1,00,000 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്തത്. അത് ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു വളരെ ചുരുക്കം സമയം കൊണ്ട് ഈ ഒരു 15 എപ്പിസോഡുകൾ കൊണ്ട് തീർച്ചയായിട്ടും 1,00,000 എന്ന് പറയുന്ന ആ ഒരു വലിയൊരു സംഖ്യ ഇപ്പം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കിപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ എനിക്കില്ല. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് നോക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും 1,00,000 എത്തിയില്ലെങ്കിലും അതിൻ്റെ തൊട്ടടുത്തൊക്കെ എത്തി അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത സീസണ് വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് 1,00,000 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ വളരെ ചുരുക്കം കണ്ടന്റുകളാണ് നമുക്ക് ആദ്യ ആഴ്ചകളിലൊക്കെ കിട്ടിവരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ചുരുക്കം സബ്സ്ക്രൈബേഴ്സ് മാത്രം നമുക്ക് കയറി തുടങ്ങിയത്. ഈ കഴിഞ്ഞ സീസണിലൊക്കെ ഏകദേശം ഞാൻ ഒരു 35K സബ്സ്ക്രൈബേഴ്സ് 35K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ് സീസൺ 5 അവസാനിച്ച് ഈ പറയുന്ന സീസൺ 6ലേക്ക് വന്നത്. സീസൺ 6ൽ വെച്ച് എനിക്ക് 72K സബ്സ്ക്രൈബേഴ്സോളം കയറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടൊരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കയറിയ ഒരു സീസൺ ആയിരുന്നു ഈ കഴിഞ്ഞ സീസൺ 6 എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സീസൺ 7 കുറച്ച് ഡള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇനിയും ഒരു 50 ഡേയ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പറ്റുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയിക്കാൻ പോകുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. കാരണം നിങ്ങളാണ് വിധി എഴുതാനായിട്ട് പോകുന്നത്. അനീഷ് ആയിരിക്കുമോ അനുമോൾ ആയിരിക്കുമോ സീസൺ 7ൻ്റെ കപ്പ് ഉയർത്താനായിട്ട് പോകുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്